ഇന്ന് മുതൽ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിംഗ് സെക്ഷൻസ് ആണ്. ഇതിനു മുൻപ് എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ടായിരുന്നു മാപ്പിള മുസ്ലിങ്ങൾക്കിടയിൽ കാർഷിക അശാന്തിയുടെ കാരണങ്ങൾ വിശദീകരിച്ചു 1792-93 കൊണ്ടുവന്നത്. 1, 3 എന്നിവയാണ് ശരി. ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ടായിരുന്നു 1792-93 കൊണ്ടുവന്നു. 1923 പാൽഘട്ടിൽ നടന്ന രണ്ടാം കേരള പ്രവശ്യ സമ്മേളനം ഇതിനായി ഒരു പ്രമേയം പാസാക്കി. ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കും തമ്മിലുള്ള പരസ്പര യോജിപ്പുള്ള ബന്ധം. 1923 പാൽഘട്ടിൽ നടന്ന രണ്ടാം കേരള പ്രവശ്യ സമ്മേളനം ഇതിനായി ഒരു പ്രമേയം പാസാക്കി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പരസ്പര യോജിപ്പുള്ള ബന്ധം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഔപചാരിക പരിപാടിയുടെ ഭാഗമായ പ്രസ്ഥാനം ഏതാണ്? തൊട്ടുകൂടായ്മ നീക്കം ചെയ്യുവാനുള്ള നീക്കം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഔപചാരിക പരിപാടിയുടെ ഭാഗമായ പ്രസ്ഥാനം തൊട്ടുകൂടായ്മ നീക്കം ചെയ്യുവാനുള്ള നീക്കം. ചിറ്റഗോംഗ് വിമതരുടെ പ്രവർത്തനങ്ങൾ. കൊളോണിയൽ സ്റ്റേറ്റിനെ ലക്ഷ്യമിട്ടുള്ള ഗ്രൂപ്പ് പ്രവർത്തനം. യുവതികളുടെ പങ്കാളിത്തം. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ആൻസർ. ചിറ്റഗോംഗ് വിമതരുടെ പ്രവർത്തനങ്ങൾ, കൊളോണിയൽ സ്റ്റേറ്റിനെ ലക്ഷ്യമിട്ടുള്ള ഗ്രൂപ്പ് പ്രവർത്തനം, യുവതികളുടെ പങ്കാളിത്തം. വാട്ട് ഈസ് ടു ബി ഡൺ എന്നത് ആയിരുന്നത് നിയമപരമായ മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തികവാദത്തിനും എതിരെ. വാട്ട് ഈസ് ടു ബി ഡൺ നിയമപരമായ മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തികവാദത്തിനുമെതിരെ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ നിയമങ്ങളുടെ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുക. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമുള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണ്യവിനിമയ നിയമങ്ങളുടെ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുക. അന്തരീക്ഷത്തിന്റെ പാളികൾക്കനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ക്രമം? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ പ്രാധാന്യമില്ലാത്തത് ഏതാണ്? ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വേർതിരിക്കുന്ന മതിലായി ആരവല്ലി പ്രവർത്തിക്കുന്നു എന്നത് പ്രാധാന്യമില്ലാത്ത പ്രസ്താവനയാണ്. ശരിയായവ: മൺസൂൺ സമയത്ത് ആരവല്ലി പർവ്വതനിരകൾ ഒരു തടസ്സമായി നിലനിൽക്കുന്നു. അതിനാൽ മൺസൂൺ മേഘങ്ങൾ കിഴക്കോട്ട് നീങ്ങുന്നു. കൂടാതെ ഉപഹിമാലയൻ നദികളെ നട്ടുവളർത്തുകയും ഉത്തരേന്ത്യൻ സമതലത്തിനു ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ആരവല്ലി താർ മരുഭൂമിക്കും ഉത്തരേന്ത്യൻ സമതലത്തിനും ഇടയിലുള്ള ഒരു തടസ്സമായി നിലനിൽക്കുന്നു. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശത്തിന്റെ ഭൂഗർഭജല റീചാർജായി പച്ചപ്പുള്ള ആരവല്ലി പ്രവർത്തിക്കുന്നു. പ്രധാന ഭൂമിയെ വേർതിരിക്കുന്നതും രണ്ട് പ്രധാന ഭൂഗർഭജല പുനരുദ്ധാരണങ്ങളെ ബന്ധിപ്പിക്കുന്നതുമായ നേർത്ത ജലാശയങ്ങളാണ് കടലിടുക്ക്. ബോസ്ഫറാസ് കടലിടുക്ക് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്നു. അത് കരിങ്കടലും മരാമരക്കടലിനെയും ബന്ധിപ്പിക്കുന്നു. പ്രധാന ഭൂമിയെ വേർതിരിക്കുന്നതും രണ്ട് പ്രധാന ഭൂഗർഭജല പുനരുദ്ധാരണങ്ങളെ ബന്ധിപ്പിക്കുന്നതുമായ നേർത്ത ജലാശയങ്ങളാണ് കടലിടുക്കുകൾ. ബോസ്ഫറാസ് കടലിടുക്ക് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്നു. ഇത് കരിങ്കടലും മരാമരക്കടലിനെയും ബന്ധിപ്പിക്കുന്നു. ഗോതമ്പ് കൃഷിക്ക് താഴെ പറയുന്നവയിൽ ഏത് അവസ്ഥയാണ് നല്ലത്? താപനില 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെ വിതയ്ക്കുന്ന സമയത്തും 21 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ കായ്കൾ വിളയുന്ന സമയത്തും മഴ 75 മുതൽ 100 സെന്റിമീറ്റർ, മണ്ണ് നന്നായി വറ്റിച്ചു ഫലഭൂഷ്ടമായ പശിമരാശിയും കളിമണ്ണും നിറഞ്ഞ പശിമരാശിയും. താപനില വിതയ്ക്കുന്ന സമയത്ത് ഗോതമ്പിന് 10 മുതൽ 15ഉം കായ്കൾ വിളവെടുക്കുന്ന സമയത്ത് 21 മുതൽ 26 ഡിഗ്രി സെൽഷ്യസും
മഴ 75-100 സെൻറ്റിമീറ്ററും മണ്ണ് നല്ല ഫലഭൂഷ്ടിയും ഉള്ള കളിമണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ഏതാണ് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ? ലോവർ പെരിയാർ, നേര്യമംഗലം, പൊന്നിയൂർ, ചെങ്കുളം. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളാണ് ലോവർ പെരിയാർ, നേര്യമംഗലം, പൊന്നിയൂർ, ചെങ്കുളം. ബംഗാൾ ഉൾക്കടലിന്റെ ബേസിൻ രാജ്യങ്ങൾ: ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മ്യാൻമർ, ശ്രീലങ്ക. ബംഗാൾ ഉൾക്കടലിന്റെ ബേസിൻ രാജ്യങ്ങൾ: ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മ്യാൻമർ, ശ്രീലങ്ക. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന് ഒരു ഉദാഹരണമാണ് സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിംഗ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ വിലയിരുത്തൽ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉൽപാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിനാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി വൻ വിജയമായിരുന്നു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രവർത്തന മേഖലയല്ലാത്തത് ഓപ്ഷൻ സി 2 ആണ്. പ്രവർത്തന മേഖലകൾ തന്ത്രപരമായ നിക്ഷേപം, വിറ്റഴിക്കൽ, ന്യൂനപക്ഷ ഓഹരി വിൽപ്പന, ആസ്തി ധന സമ്പാദനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ചരക്ക് സേവന നികുതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര പരോക്ഷ നികുതികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് 1, 4 എന്നിവ ഉൾപ്പെടുന്നില്ല. ഉൾപ്പെടുന്നവ മെഡിക്കൽ, ടോയ്ലറ്റ് തയ്യാറെടുപ്പുകൾക്ക് കീഴിൽ ചുമത്തുന്ന എക്സൈസ് തീരുവ, സേവന നികുതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ചരക്ക് സേവന നികുതി GST ഉൾപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര പരോക്ഷ നികുതികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് പ്രവേശന നികുതിയും വിനോദ നികുതിയും, ലോട്ടറി, വാതുവെപ്പ്, ചൂതാട്ടം എന്നിവ. വേൾഡ് ഇക്കണോമിക് ഫോറം തയ്യാറാക്കിയ ലിംഗവ്യത്യാസ സൂചിക 2021 പ്രകാരം ഏതാണ് ശരി? ഐസ്ലാൻഡും ലിംഗസമത്വമുള്ള രാജ്യം. അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കുറഞ്ഞ ലിംഗസമത്വമുള്ള രാജ്യം. ലിംഗസമത്വം കൂടിയ രാജ്യം ഐസ്ലാൻഡും കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനും. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പു നൽകുന്നത്? ആർട്ടിക്കിൾ 21A. ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർക്കെതിരെ? സ്വകാര്യ വ്യക്തികളെയും പൊതു അധികാരികളെയും. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുന്നത് ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ 50. സംസ്ഥാന നിയമത്തിന്റെ മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് KS ഹെഗ്ഡെ നിരീക്ഷിച്ചത് താഴെ പറയുന്നവയിൽ ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം. സംസ്ഥാന നിയമത്തിന്റെ മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് KS ഹെഗ്ഡെ നിരീക്ഷിച്ചത് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സമഗ്രത എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42-ാം ഭരണഘടനാ ഭേദഗതി. സമഗ്രത 42-ാം ഭരണഘടനാ ഭേദഗതി. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അധികാര വിഭജനം 7-ാം ഷെഡ്യൂൾ പ്രകാരം കൈകാര്യം ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ദേശീയ ഭാഷയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124(2) അനുസരിച്ച് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. സെക്ഷൻ 124(2). സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിലെ പ്രളയത്തെ സംബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി സ്വരൂപിച്ച തൃശൂർ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ പ്രചരിപ്പിച്ചതുമായ പുസ്തകം പ്രളയാക്ഷരങ്ങൾ. സംസ്ഥാന സർക്കാർ ആരിൽ നിന്നാണ് നിയമോപദേശം തേടുന്നത്? അഡ്വക്കേറ്റ് ജനറൽ. ലോകായുക്ത ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്? ഗവർണർക്ക്. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് തെളിമ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2013. അസ്കോർബിക് ആസിഡിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഇത് ശരീരത്തിൽ സമന്വയിപ്പിക്കാൻ കഴിയും. അസ്കോർബിക് ആസിഡ് ശരീരത്തിൽ സമന്വയിപ്പിക്കാൻ കഴിയും. മനുഷ്യ മസ്തിഷ്കത്തിലെ പ്രധാന ചിന്താഭാഗം സെറിബ്രം.
ഒരു ആരോഗ്യ സമീപനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ഒരു ആരോഗ്യം എന്ന ആശയത്തിന്റെ ലക്ഷ്യം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക. താഴെ പറയുന്നവയിൽ ഏതാണ് നിങ്ങളുടെ ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള അപകടസാധ്യത വർദ്ധിപ്പിക്കുന്നത്? വേണ്ടത്ര വ്യായാമം ലഭിക്കുന്നില്ല, അമിതഭാരം. കേരളത്തിൽ എല്ലാ കുട്ടികൾക്കും അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി ആരോഗ്യ കിരണം. ഹബിൾ സ്ഥിരാങ്കത്തിന് ആവൃത്തി അളവുണ്ട്. ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ വ്യതിചലിക്കുന്ന ലെൻസും 40 സെന്റിമീറ്റർ കൺവേർജിംഗ് ലെൻസും ചേർന്ന കണ്ണടകൾ ഒരു നേത്രരോഗ വിദഗ്ധൻ നിർദ്ദേശിക്കുന്നു. ഡയോപ്റ്ററുകളിലെ ലെൻസ് സംയോജനത്തിന്റെ പവർ -7.5. പ്രവേഗത്തിന്റെ മാറ്റം കാരണം ശരീരത്തിന്റെ ഗതികോർജം 125% വർദ്ധിക്കുന്നു. ശരീരത്തിന്റെ ആക്കം 50%ആയി മാറും. ചന്ദ്രയാൻ 1 ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഏത് ശാസ്ത്രീയ പേലോഡാണ് ഉപയോഗിച്ചത്? മൂൺ ഇമ്പാക്ട് പ്രോബ്. ഒരു നിശ്ചിത ഊഷ്മാവിൽ റൂട്ട് ശരാശരി സ്ക്വയർ വേഗതയുടെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള വാതകമാണ് ഹൈഡ്രജൻ. ഒരു നിശ്ചിത ഊഷ്മാവിൽ റൂട്ട് ശരാശരി സ്ക്വയർ വേഗതയുടെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള വാതകമാണ് ഹൈഡ്രജൻ. താഴെ പറയുന്ന മൂലകങ്ങളിൽ ഏതാണ് ഏറ്റവും ഉയർന്ന ലോഹസ്വഭാവമുള്ളത്? റുബീഡിയം. ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫീനുമായി സഹകരിച്ച് 2 സ്ഥാപനങ്ങൾ ഏതാണ്? സിമെറ്റും കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും. ഒരു കാലത്ത് ജാതി വ്യവസ്ഥയുടെ കർക്കശമായ നിയമങ്ങളിൽ നിന്ന് സ്വയം ഒതുങ്ങിക്കഴിയുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് ഒരു തൊട്ടുകൂടാത്തവൻ ഉപയോഗിച്ചിരുന്ന തോട്ടണ്ടി ഇലയുടെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ജാതി നിയമം ലംഘിച്ചു. ഈ സംഭവത്തിൽ അലോസരപ്പെട്ട് കുടുംബനാഥൻ അവളെ കൊന്നു. കൊല്ലപ്പെട്ട സ്ത്രീ ഒരു ദേവതയായി ഉയർന്നു വന്നിരിക്കണം എന്ന നിഗമനത്തിൽ ഗ്രാമവാസികൾ എത്തി. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് അവളുടെ തെയ്യങ്ങൾ അരങ്ങേറുന്നത്. മുകളിൽ വിവരണം താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏത് തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണക്കോട് അമ്മ. താഴെ പറയുന്നവയിൽ ഏതാണ് സുനിൽ ഛേത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ ഫുട്ബോൾ താരം. ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സമുദായങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള അത്തരമൊരു സഹവർത്തിത്വത്തെ നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 1984 സ്ഥാപിതമായ ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഭാരത് ഭവൻ. ഭാരത് ഭവൻ മികച്ച പ്രവർത്തനത്തിനുള്ള വിവർത്തക രത്ന അവാർഡ് നേടിയിട്ടുണ്ട്. 2 പ്രസ്താവനയും ശരിയാണ്. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. A.T. കോവൂർ, എബ്രഹാം തോമസ്, സിനിക്, എം വാസുദേവൻ നായർ, കാണം E.J. ഫിലിപ്പ്, ഏകലവ്യൻ, K.M. മാത്യു. പെങ്ങൾ എന്ന പദം പിരിച്ചെഴുതുന്നത് പെൺ പ്ലസ് കൾ. ദൂലകം എന്ന പദത്തിന്റെ അർത്ഥം വിഷം. ദൂലകം, വിഷം. താഴെ പറയുന്നവയിൽ കിണറിന്റെ പര്യായം പ്രഹി. കിണർ, പ്രഹി. മിടുക്കർ എന്ന പദം ഏത് വചന ഭേദത്തിന് ഉദാഹരണമാണ്? അലിംഗ ബഹുവചനം. ശ്രദ്ധയോടു കൂടിയവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ശ്രാതൻ. ശ്രദ്ധയോടു കൂടിയവൻ, ശ്രാതൻ. മുട്ടുശാന്തി എന്ന ശൈലിയുടെ അർത്ഥം താൽക്കാലികമായ ഏർപ്പാട്. അൺഈസി ലൈസ് ദി ഹെഡ് ദാറ്റ് വിയേഴ്സ് ദി ക്രൗൺ. കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം തിരഞ്ഞെടുക്കുക. ദീർഘകന്ധരം. മാത്സ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം മാത്സിന് പ്രത്യേക വീഡിയോ തരുന്നതായിരിക്കും. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. ഇംഗ്ലീഷിനും പ്രത്യേക വീഡിയോ തരുന്നതായിരിക്കും. ബാക്കി ക്വസ്റ്റ്യൻസ് ഇതൊരു SI ലെവൽ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അത് ബാക്കി ക്വസ്റ്റ്യൻസ് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഓരോ എക്സാമിനും ആ സമയത്ത് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തരുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. കാരണം ഇത് ഫുൾ ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കില്ല.